ശ്രദ്ധക്കുറവുണ്ടോ? പഠിക്കാനും വായിക്കാനും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വാച്ച് ദിസ് വീഡിയോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ ശ്രദ്ധ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോലിയിലും പഠിത്തത്തിലൊക്കെ നമ്മൾ ശ്രദ്ധയില്ലാണ്ട് ബുദ്ധിമുട്ടും. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വിട്ടുപോകും. ഇത് മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് വരാം. ഇൻ ദ ലോങ് ടേം നമുക്ക് ഹാബിറ്റ്സ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് പുവർ ആവാം. ആദ്യം തന്നെ ഇത് മനസ്സിലാക്കുക ദാറ്റ് നമ്മുടെ ശ്രദ്ധ വിച്ച് ഇസ് അവർ അറ്റൻഷൻ ആൻഡ് നമ്മുടെ ഓർമ്മശക്തി വിച്ച് ഇസ് എ വർക്കിംഗ് മെമ്മറി, ഈ രണ്ട് ഫങ്ഷൻസ് കാരണമാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്നത്. വാട്ട് ഈസ് അറ്റൻഷൻ? നമ്മുടെ ശ്രദ്ധിക്കാനുള്ള കഴിവ് കാരണമാണ് നമുക്ക് പുതിയ ഇൻഫർമേഷൻ പഠിക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ട ഇൻഫർമേഷൻ മാത്രം സെലക്ട് ചെയ്യാനും പറ്റുന്നത്. ഇതിനെ ഒരു ഫണലായി കരുതുക. ഇറ്റ് ഗ്യാദേഴ്സ് വാട്ട് വി നീഡ് ടു നോ ആൻഡ് ചാനൽസ് ഇറ്റ് ഇൻ ടു അവർ ബ്രെയിൻ. There are 4 elements to attention. Alertness, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ തയ്യാറായിരിക്കണം. Selection, നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയെടുക്കുക. Sustaining, നമുക്ക് കുറച്ച് അധികം നേരം തന്നെ ശ്രദ്ധിക്കാൻ കഴിവ് വേണം. Shifting, പുതിയ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാൻ പറ്റണം. ഓക്കെ, സോ ഇതാണ് അറ്റൻഷൻ. ഇനി നമുക്ക് വർക്കിംഗ് മെമ്മറി എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഫണൽ എക്സാമ്പിൾ. നമ്മുടെ അറ്റൻഷൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ബ്രെയിനിൻ്റെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് ഇൻഫർമേഷൻ ഫീഡ് ചെയ്തു. ഇവിടെയാണ് ഇൻഫർമേഷനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആക്കുന്നത്. ഈ ഷോർട്ട് ടേം മെമ്മറിനെയാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുക. ഇതിനെ നമ്മുടെ ബ്രെയിനിൻ്റെ റാം ആയിട്ട് നമുക്ക് കരുതാം. ഈ വർക്കിംഗ് മെമ്മറി ഒരു ആക്റ്റീവ് ആൻഡ് ഇൻസ്റ്റൻറ്റ് പ്രോസസ്സാണ്. ഇത് നമ്മളെ ഒരു ആക്ടിവിറ്റീൻ്റെ ഇടയിൽ പുതിയതായി ഗെയിൻ ചെയ്ത ഇൻഫർമേഷനും പഴയ ഇൻഫർമേഷനൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ അനുവദിക്കും. ഫോർ എക്സാമ്പിൾ, ഹോൾഡിംഗ് ആൻ അഡ്രസ് ഇൻ മൈൻഡ് ആൻഡ് ലിസണിങ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ടു ഗെറ്റ് ദർ, ഓർ ക്വസ്റ്റ്യൻ ഓർത്തിരുന്ന് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ വർക്കിംഗ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷനൊക്കെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ഇറ്റ് എൻറ്റേഴ്സ് അവർ ലോങ് ടേം മെമ്മറി. വർക്കിംഗ് മെമ്മറിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇത് ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ആകില്ല, ആയാൽ തന്നെ ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. ദിസ് ക്യാൻ ബി എ സിംറ്റം ഫോർ ADHD, ഓട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി, ഹെഡ് ഇഞ്ചറി എക്സെട്ര. ഇനി നമുക്ക് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. യു മേ ലൈക്ക് ദിസ് വൺ. ദർ ഇസ് എ ഗെയിം കോൾഡ് ഡ്യുവൽ ആൻഡ് ബാക്ക്. Researchers have found that those who play this game show an improvement of 30% in their working memory. നെക്സ്റ്റ് ഇസ് മെഡിറ്റേഷൻ. എനിക്കറിയാം, ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലും മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മെഡിറ്റേഷൻ ഡസ് ഹാവ് ദാറ്റ് മെനി ബെനിഫിറ്റ്സ്. എക്സസൈസ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ കോഗ്നിറ്റീവ് കൺട്രോളിനെ ഇൻക്രീസ് ചെയ്യും. ദർ ഇസ് എ സ്റ്റഡി ഇൻ വിച്ച് ADHD ഉള്ള ആൾക്കാർ എല്ലാ ദിവസവും 20 മിനിറ്റ്സ് എക്സസൈസ് ചെയ്തുകൊണ്ട് അവരുടെ അറ്റൻഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്തു. അതുമാത്രമല്ല, ദേ ഇംപ്രൂവ്ഡ് ഇൻ അക്കാഡമിക്സ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്. 2% ഡീഹൈഡ്രേഷൻ പോലും നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കാം. ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെ കോൺവെർസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് മാത്രമല്ല ചെയ്യുക, വി ഓൾസോ ഗെറ്റ് ടു ലേൺ സംതിങ് ന്യൂ. When I say conversation or asking questions, I do not mean gossip. Ideally, the best people to ask questions are those whom you look up to, like our parents, teachers or mentors. Drink tea. Black tea il oru amino acid undu called the L-theanine, which activates the attention controlling part of our brain. Take notes by hand. നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോൾ കുറെ കൂടെ ആക്റ്റീവ് ആയിട്ട് കേൾക്കും ആൻഡ് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്തെടുക്കും. Chewing gum. ഗം ചൂ ചെയ്യുമ്പോൾ നമ്മുടെ അലേർട്ട്നെസ് ആൻഡ് അറ്റൻഷൻ കൂടും. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ചൂ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള മെസ്സേജ് കിട്ടും. ആൻഡ് ദിസ് റെഡ്യൂസസ് അവർ ഹങ്കർ പാങ്സ്. സ്കിപ്പ് ബബിൾ ഗം ആൻഡ് ചൂസ് സംതിങ് മിൻറ്റി. ബബിൾ ഗം ചൂ ചെയ്യാൻ നിന്നാൽ നിങ്ങൾ ബബിൾ ഊതിയുണ്ടാക്കൽ മാത്രമേ നടക്കൂ. അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. അവർ ബ്രെയിൻസ് കനോട്ട് മൾട്ടി ടാസ്ക്. നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ടാകും. What we say as multitasking is actually context switching. നമ്മുടെ ശ്രദ്ധ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തു വരാൻ ടൈം പിടിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കാര്യം ചെയ്യാൻ നിന്നാൽ
നമ്മുടെ ബ്രെയിൻ നമ്മൾ ചെയ്യുന്ന കാര്യം നിർത്തിയിട്ട് ഈ പുതിയ ടാസ്കിലേക്ക് നമ്മുടെ ഫുൾ മെൻ്റൽ റിസോഴ്സസ് കൊണ്ടുപോകണം. This will require your brain to put additional effort to slowly assign attention to this new task. That means നമ്മുടെ അറ്റൻഷൻ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് മാക്സിമം ആൻഡ് ഫുള്ളായി കൊടുക്കാൻ നോക്കുക. ഇതിനു വേണ്ടി നമുക്കൊരു ടെക്നീക്ക് തന്നെ സ്വീകരിക്കാം. This technique is called the Pomodoro technique. This technique uses a timer and നമ്മുടെ വർക്കിനെ ചെറിയ ഇൻ്റർവെൽസിലേക്ക് ബ്രേക്ക് ചെയ്യും. Ideally 25 minutes work followed by short breaks. ഈ ടെക്നീക്ക് യൂസ് ചെയ്യാൻ യു ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് പൊമോഡോറോ ടൈമർ ആപ്സ് വിച്ച് യു ക്യാൻ ഫൈൻഡ് ദം ഇൻ ബോത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പിൾ ആപ്പ് സ്റ്റോർ. ആദ്യം തന്നെ ചൂസ് എ ടാസ്ക്. പിന്നെ വാട്ട് യു ഡു ഇസ് സെറ്റ് ദ പൊമോഡോറോ ടൈമർ ടു 25 minutes. ഡ്യൂറിങ് ദിസ് 25 minutes വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് നിങ്ങളുടെ 100% അറ്റൻഷൻ ഈ ചെയ്യുന്ന ടാസ്കിലേക്ക് കൊടുക്കുക. ആഫ്റ്റർ ദ 25 minutes ഒരു 5 minutesൻ്റെ ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഗെറ്റ് ബാക്ക് ഇൻ ടു ദ നെക്സ്റ്റ് 25 minutes. ഇതുപോലെ 4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ടേക്ക് എ ലോങ് ബ്രേക്ക് ഓഫ് 15 to 30 minutes. ബ്രേക്സ് എസെൻഷ്യൽ ആണ്, കാരണം അവർ ബ്രെയിൻ cannot focus on learning or concentration for more than 30 to 45 minutes without losing attention. So make sure you take breaks. When your working memory and attention improves, you will be able to grasp more and also your attention span will increase, making you a better functioning human being. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഇതുപോലത്തെ ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ലീവ് എ കമൻറ്റ് ബിലോ ഓർ യു ക്യാൻ ഓൾസോ കോൺടാക്ട് മീ അറ്റ് മൈ ഇമെയിൽ അഡ്രസ്.